ഡോക്ടർ ഫിലിപ്പോസ് തത്തമ്പള്ളിക്ക് 50ന്റെ നിറവ്. ആലപ്പുഴയ്ക്ക് ഇത് അഭിമാനത്തിന്റെ നിമിഷം. ആലപ്പുഴയുടെ സാംസ്കാരിക കലാരംഗത്ത് സജീവ സാന്നിധ്യമായ ഡോക്ടർ ഫിലിപ്പോസ് തത്തമ്പള്ളിക്ക് 50ന്റെ നിറവ്. അരനൂറ്റാണ്ട് കാലം സാഹിത്യ സാംസ്കാരിക രംഗത്ത് തിളങ്ങുന്ന നക്ഷത്രമായി നിലനിൽക്കുകയാണ് ശ്രീ ഫിലിപ്പോസ് തത്തമ്പള്ളി. അറിവിന്റെ അഗ്നി പകർന്ന അധ്യാപകനാണ് അദ്ദേഹം. കേരളത്തിലെ ഏറ്റവും പ്രൗഢമായ ചങ്ങനാശ്ശേരി സെന്റ് ബെർക്കുമാൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനാണ് അദ്ദേഹം. സാഹിത്യരംഗത്തും കലാരംഗത്തും അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ വാക്കുകൊണ്ടോ വർണ്ണം കൊണ്ടോ അവതരിപ്പിച്ചു തീർക്കാൻ കഴിയാത്തതാണ്. ആ ധന്യജീവിതത്തിലൂടെ ഇനി നമുക്ക് ഒരു തീർത്ഥയാത്ര നടത്താം. ആലപ്പുഴ തത്തമ്പള്ളി വെളിമ്പറമ്പിൽ VP മൈക്കിളിന്റെയും എൽസമിയുടെയും മകനായി 1969 ഏപ്രിൽ മാസം 12-നാണ് അദ്ദേഹം ജനിച്ചത്. കഷ്ടത നിറഞ്ഞ ഒരു ബാല്യമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. കനൽ വഴികളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു. സാമ്പത്തിക പരാധീനതകൾ ബുദ്ധിമുട്ടിക്കുമ്പോഴും ഉദിച്ചുയരാനുള്ള ഒരു ആർജവം ആ ഹൃദയത്തിൽ എപ്പോഴും ചാലകശക്തിയായി തീർന്നു. പഠനകാലം കഠിനമായ വറുതിയുടെ കാലമായിരുന്നു. ആ ഊഷരഭൂമിയിൽ സ്നേഹത്തിന്റെ മഴ പെയ്യിക്കാൻ അദ്ദേഹം സദാ സന്നദ്ധനായിരുന്നു. മലയാള ഭാഷയും സാഹിത്യവും ഐച്ഛികമായി എടുത്ത് ബിരുദാനന്തര ബിരുദവും B.Ed.ഉം റാങ്കിനടുത്ത മാർക്കോടെ അദ്ദേഹം സ്വന്തമാക്കി. ജേർണലിസത്തിൽ ഡിപ്ലോമയും ഡോക്ടർ ഫിലിപ്പോസ് തത്തമ്പള്ളി നേടിയെടുത്തു. 2018 വേൾഡ് അക്കാദമി ഓഫ് ആർട്സ് ആൻഡ് കൾച്ചർ ചൈനയിൽ വെച്ച് നടത്തിയ ലോക കവി സമ്മേളനത്തിൽ വെച്ച് ഓണററി ഡോക്ടറേറ്റും ഫിലിപ്പോസ് തത്തമ്പള്ളിയെ തേടിയെത്തി. ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിലുള്ള ഈ ബഹുമതി ലഭിക്കുന്ന കേരളത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായ വ്യക്തികളിൽ ഒരാളാണ് ശ്രീ ഫിലിപ്പോസ് തത്തമ്പള്ളി. അധ്യാപന, പത്രപ്രവർത്തന, സിനിമാ രംഗങ്ങളിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു. റാണിയാണ് ഭാര്യ. മക്കൾ കവിത, കാവ്യ, കല. സഹോദരങ്ങൾ ജെസ്സി, മിനി, ദേവസ്യ. ധാരാളം കവിതാ സമാഹാരങ്ങൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്. 1994-ലാണ് ശ്രീ ഫിലിപ്പോസ് തത്തമ്പള്ളിയുടെ ആദ്യ കവിതാ സമാഹാരം പ്രസിദ്ധീകൃതമാവുന്നത്. വിചാരണ എന്നായിരുന്നു പേര്. 2002 മഴ വരുന്നുണ്ട് എന്ന കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചു. പ്രണയനിറമുള്ള കൂട്ടുകാരൻ എന്ന കവിതകളുടെ സമാഹാരം 2012-ലും അഗ്നിച്ചിറകുള്ള പക്ഷി എന്ന കവിതകളുടെ സമാഹാരം 2018-ലും മലയാള സാഹിത്യ ലോകത്ത് വിസ്മയങ്ങൾ തീർത്തു. ഡോക്ടർ ഫിലിപ്പോസ് തത്തമ്പള്ളിയുടെ ആത്മകഥ കനൽ വഴിയിലെ കാവ്യജീവിതം 2019-ൽ പ്രകാശിതമാവുകയാണ്. ഫിലിപ്പോസ് തത്തമ്പള്ളിയുടെ ധാരാളം പുസ്തകങ്ങൾ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. 2006-ൽ റെയിൻ ഈസ് കമ്മിങ് എന്ന പുസ്തകവും 2014-ൽ പാരലൽ ലൈൻസ് എന്ന പുസ്തകവും 2019-ൽ എ ബേർഡ് വിത്ത് വിങ്സ് ഓഫ് ഫയർ എന്ന പുസ്തകവും പ്രസിദ്ധീകരിച്ചു. കിളിക്കൊഞ്ചൽ, കുഞ്ഞിക്കാറ്റും കുരുവിപ്പെണ്ണും, ദൈവദൂതൻ എന്നിവ അദ്ദേഹത്തെ പ്രശസ്തിയുടെ പടവുകളിലെത്തിച്ച മനോഹരമായ കൃതികളാണ്. എ പ്രോമിസ് ടു യു, മഴ വരുന്നുണ്ട് എന്ന കവിതയുടെ ഓഡിയോ വീഡിയോ ഗാനങ്ങളുടെ കാസറ്റുകൾ പുറത്തിറക്കി. ചലച്ചിത്ര ലോകത്തും ശ്രീ ഫിലിപ്പോസ് തത്തമ്പള്ളി ഏറെ ശ്രദ്ധേയനാണ്. ഫ്ലാറ്റ് നമ്പർ 4B, 113, ഡെഡ് ലൈൻ എന്നീ സിനിമകൾക്ക് അദ്ദേഹം ഗാനരചന നടത്തി. 2009-ൽ സബീഷ് നെടുമ്പറമ്പിൽ ഫിലിപ്പോസ് തത്തമ്പള്ളിയുടെ ആത്മകഥാംശമുള്ള പുസ്തകമായ നിങ്ങൾക്കും നക്ഷത്രമാവാം പ്രസിദ്ധീകരിച്ചു. 3 പതിറ്റാണ്ടിലധികമായി ശ്രീ ഫിലിപ്പോസ് തത്തമ്പള്ളി തുടരുന്ന സർഗപ്രതിഭാ പ്രകാശനത്തിന് അനേകം പുരസ്കാരങ്ങളാണ് അദ്ദേഹത്തെ തേടിയെത്തിയത്. സമത്വം, സാഹോദര്യം, ഉത്തരം തേടുന്ന സമസ്യ എന്നീ ഏകാംഗ നാടകങ്ങൾക്ക് 89-ലും 90-ലും വേൾഡ്
ട്രമാറ്റിക് സ്റ്റഡി സെന്ററിന്റെ പുരസ്കാരവും പെർക്ക് അവാർഡും നേടിയെടുക്കാൻ കഴിഞ്ഞു. കേരളത്തിലെ ഏറ്റവും മികച്ച കോളേജുകളിലൊന്നായ ചങ്ങനാശ്ശേരി SP കോളേജിലാണ് ബിരുദാനന്തര ബിരുദ പഠനം ഫിലിപ്പോസ് തത്തമ്പള്ളി പൂർത്തിയാക്കിയത്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ സർഗപ്രതിഭ തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 1993 ചങ്ങനാശ്ശേരി സെന്റ് ബെർക്ക്മാൻസ് കോളേജിലെ കലാപ്രതിഭയായിരുന്നു ഫിലിപ്പോസ് തത്തമ്പള്ളി. കുടുംബജ്യോതിസ് അവാർഡ്, G. ശങ്കരപ്പിള്ള സ്മാരക സർഗപ്രതിഭ അവാർഡ് എന്നിവയും പഠനകാലത്തു തന്നെ അദ്ദേഹത്തിന് സ്വന്തമായി. സെർബിയയിൽ നടന്ന ലോക കവി സമ്മേളനത്തിൽ ദൃശ്യഭാഷാ കവിതയ്ക്ക് അന്താരാഷ്ട്ര പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു. മഴ വരുന്നുണ്ട് എന്ന കവിതയാണ് പുരസ്കാരത്തിന് അർഹമായത്. മഴ വരുന്നുണ്ട് എന്ന കവിത ശ്രീ ഫിലിപ്പോസ് തത്തമ്പള്ളിയുടെ ജീവിതത്തിൽ ആകസ്മികമായി രൂപപ്പെട്ടതാണെങ്കിലും പുരസ്കാര നിറവുകൊണ്ടും അനുഭവ തീവ്രത കൊണ്ടും ഈ കവിത എവിടെ കവി ചൊല്ലിയിട്ടുണ്ടോ അവിടെയെല്ലാം മഴ അനുഗ്രഹമായി പെയ്തിറങ്ങിയിട്ടുണ്ട് എന്നതാണ് സത്യം. ഇതിനകം ഇന്ത്യയിലും വിദേശത്തുമായി 1500ഓളം വേദികളിൽ മഴ വരുന്നുണ്ട് എന്ന കവിത അവതരിപ്പിക്കപ്പെട്ടു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന 10 ലോക സാഹിത്യ സമ്മേളനങ്ങളിലും സെർബിയ, ഉസ്ബെക്കിസ്ഥാൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറു, മംഗോളിയ, ചെക്ക് റിപ്പബ്ലിക്, തൈവാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ വെച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വേൾഡ് അക്കാദമി ഓഫ് ആർട്സ് ആൻഡ് കൾച്ചർ സംഘടിപ്പിച്ച ലോക കവി സമ്മേളനങ്ങളിലും അദ്ദേഹം പങ്കെടുത്ത് പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഇന്ത്യയിലും വിദേശത്തുമായി 100-ലധികം ഭാഷകളിലേക്ക് മഴ വരുന്നുണ്ട് എന്ന കവിത വിവർത്തനം ചെയ്യപ്പെടുകയാണ്. ഏതാണ്ട് 30ഓളം ഭാഷകളിൽ വിവർത്തനം പൂർത്തിയായി കഴിഞ്ഞു. 100 ഭാഷകളിൽ ഒരു കവിത തർജ്ജമ ചെയ്യപ്പെടുന്നു എന്നത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു വാർത്തയാണ്. ഡോക്ടർ ഫിലിപ്പോസ് തത്തമ്പള്ളിക്ക് അന്തർദേശീയ തലത്തിലുള്ള സൗഹൃദവും ബന്ധവുമാണ് 100 ഭാഷകളിലേക്ക് മഴ വരുന്നുണ്ട് എന്ന കവിതയെ വിവർത്തനം ചെയ്യാനുള്ള ശ്രമത്തിന് കാരണമായി തീർന്നത്. മഴ വരുന്നുണ്ട് എന്ന കവിത ഓഡിയോ ആയും വീഡിയോ ആയും നൃത്തശില്പമായും ചിത്രമായും ശില്പമായും വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഒരു കവിതയ്ക്ക് ഇത്തരത്തിൽ ആഗോള അംഗീകാരമുണ്ടാവുക എന്നതും മറ്റു കലാരൂപങ്ങളിലേക്ക് ഈ കവിത രൂപാന്തരപ്പെടുക എന്നതും അപൂർവങ്ങളിൽ അപൂർവമായ നേട്ടം തന്നെയാണ്. മഴ വരുന്നുണ്ട് എന്ന കവിത കവി എവിടെ ചൊല്ലിയിട്ടുണ്ടോ അവിടെയെല്ലാം മഴ പെയ്തിട്ടുണ്ട് എന്നതുകൂടി ഓർക്കുമ്പോഴാണ് ഈ കവിതയ്ക്ക് ദൈവിക സ്പർശമുണ്ട് എന്ന് നിരൂപകർ പോലും വിലയിരുത്തുന്നത്. ഉസ്ബെക്കിസ്ഥാൻ ഗസൽ ഗായകനും കവിയുമായ അലിഷർ നവോയുടെ പേരിലുള്ള ഹീറോ ഓഫ് ഈസ്റ്റേൺ ലിറ്ററേച്ചർ അവാർഡ് 2013 ഡോക്ടർ ഫിലിപ്പോസ് തത്തമ്പള്ളിക്ക് ലഭിക്കുന്നത്. കാഫ്ല ഇന്റർനാഷണലിന്റെ സാഹിത്യശ്രീ നാഷണൽ അവാർഡ് 2013 സാഹിത്യ ശിരോമണി നാഷണൽ അവാർഡ് 2014 ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ അംബേദ്കർ സാഹിത്യശ്രീ നാഷണൽ അവാർഡ് 2014 മഹാകവി തിരുവള്ളുവർ പുരസ്കാരം 2015 അദ്ദേഹത്തിന് ലഭിച്ചു. ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ധാരാളം അദ്ദേഹത്തെ തേടിയെത്തി. കാവാലം സ്മൃതി പൂജ പുരസ്കാരം 2017 ഭാരതൻ സ്മാരക കാവ്യപ്രതിഭാ പുരസ്കാരം 2019 ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി സാഹിത്യകാര ഡയറക്ടറി, ഏഷ്യൻ അമേരിക്കൻ സാഹിത്യകാര ഡയറക്ടറി, കാഫ്ല ഇന്റർനാഷണൽ റൈറ്റേഴ്സ് ക്ലബ്, വേൾഡ് പോയറ്റിക് കോൺഗ്രസ്, വേൾഡ് അക്കാദമി ഓഫ് ആർട്സ് ആൻഡ് കൾച്ചർ, റോട്ടറി ഇന്റർനാഷണൽ എന്നീ സംഘടനകളിലും JCIയിലും ഡോക്ടർ ഫിലിപ്പോസ് തത്തമ്പള്ളി സജീവ പ്രവർത്തകനാണ്. പത്രപ്രവർത്തന രംഗത്തും ഡോക്ടർ ഫിലിപ്പോസ് തത്തമ്പള്ളി വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ ദർശനം മാഗസിന്റെ
ചീഫ് എഡിറ്ററായി ഡോക്ടർ ഫിലിപ്പോസ് തത്തമ്പള്ളി സേവനം ചെയ്യുന്നു. വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ തന്നെ പത്രപ്രവർത്തന രംഗത്തും മാധ്യമരംഗത്തും തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കോളേജ് മാഗസിന്റെ പ്രവർത്തകനായും പിന്നീട് സദ്വാർത്ത, ഇന്ത്യൻ കമ്മ്യൂണിക്കേറ്റർ എന്നീ പത്രങ്ങളുടെ സബ് എഡിറ്ററായും അദ്ദേഹം പ്രവർത്തിച്ചു. നവോത്ഥാന സംസ്കൃതി എന്ന സാംസ്കാരിക മാഗസിന്റെ അഡ്വൈസറി ബോർഡ് ചെയർമാനായും ഡോക്ടർ ഫിലിപ്പോസ് തത്തമ്പള്ളി പ്രവർത്തിക്കുന്നു. ഏപ്രിൽ 12 മലയാളികൾക്ക് ഏറെ സന്തോഷകരമായ ദിനമാണ്. മഹാകവി കുമാരനാശാന്റെ ജന്മദിനവും നമുക്ക് പ്രിയങ്കരനായ ഡോക്ടർ ഫിലിപ്പോസ് തത്തമ്പള്ളിയുടെ ജന്മദിനവും ഏപ്രിൽ 12 തന്നെയാണ്. ആത്മാഭിമാനത്തോടെ, ആഹ്ലാദത്തോടെ സാമൂഹ്യ സാംസ്കാരിക കലാപത്രപ്രവർത്തന രംഗത്ത്, അധ്യാപന രംഗത്ത് സജീവമായ ശ്രീ ഫിലിപ്പോസ് തത്തമ്പള്ളിക്ക് ആശംസകൾ നേരാം. വരും കാലം സർഗപ്രതിഭ കൊണ്ട് ഞങ്ങളെ വിസ്മയിപ്പിക്കുന്ന മികച്ച സാഹിത്യ സൃഷ്ടികൾ അങ്ങയുടെ പേനാത്തുമ്പിൽ നിന്നുണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അന്തർദേശീയ പുരസ്കാരങ്ങളുടെ നിറവ് ഇനിയും അങ്ങിലേക്ക് പെയ്തിറങ്ങട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. സസ്നേഹം, ചെങ്ങാതിക്കൂട്ടം, ആലപ്പുഴ.